സംസ്ഥാനത്തെ നെല്ല് സംഭരണത്തിലെ പ്രതിസന്ധിക്ക് പൂർണ്ണ പരിഹാരമായില്ല. മന്ത്രിമാർ നടത്തിയ ചർച്ചയെ തുടർന്ന് കുട്ടനാട്ടിലും തൃശൂരിലും പാലക്കാട്ടും നെല്ല് സംഭരണം ആരംഭിച്ചു. എന്നാൽ ഭൂരിഭാഗം മില്ലുടമകളും ഇടഞ്ഞു നിൽക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കഴിഞ്ഞ ബുധനാഴ്ച മില്ലുടമകളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിലും കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദും ഇന്ന് മില്ലുടമകളുമായി വീണ്ടും ചർച്ച നടത്തിയത്. രണ്ട് മില്ലുടമകളുമായി ധാരണയായതിനു പിന്നാലെ ആലപ്പുഴ, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്നു മുതൽ നെല്ല് സംഭരണം ആരംഭിക്കുമെന്ന് മന്ത്രി P പ്രസാദ് പറഞ്ഞു. ഇന്ന് തന്നെ സംഭരണം തുടങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് ഗോഡൌണുകളും മറ്റും ഉണ്ടോ എന്ന് പാലക്കാട് പ്രത്യേകം നോക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നെല്ല് സംഭരിച്ച് അങ്ങോട്ടേക്ക് മാറ്റാനാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. നെല്ല് സംഭരണത്തിലെ അനിശ്ചിതത്വം നീങ്ങിയതിലെ സന്തോഷത്തിലാണ് നെൽ കർഷകരും. മില്ലുടമയും സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർപ്പായി എന്ന് ടിവിയിലൂടെ നമ്മൾ കാണാൻ സാധിച്ചു. അതിൽ സന്തോഷമുണ്ട്. 33 രൂപ 21 പൈസയാണ് കിട്ടേണ്ടത്. എങ്കിലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. തീരുമാനത്തിൽ വളരെ സാധാരണമാണ്. എന്നാൽ നെല്ല് സംഭരണത്തിലെ പ്രതിസന്ധി അവസാനിച്ചിട്ടില്ലെന്നാണ് മില്ലുടമകൾ പറയുന്നത്. സർക്കാരുമായി ധാരണയിലായത് ലൈസൻസും സംഭരണശേഷിയും ഇല്ലാത്ത മില്ലുകളെന്നും മില്ലുടമകൾ പറയുന്നു. 1% പോലും പരിഹരിക്കാൻ പറ്റില്ല. ഇവർ നെല്ലെടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നതല്ല. ഇവർ നെല്ലെടുത്താൽ കേരളത്തിലെ കർഷകരുടെ നെല്ല് 100% എടുത്തു മാറ്റാൻ പറ്റാത്ത രീതിയിലേക്ക് ഇത് മാറും. മില്ലുടമകൾക്ക് 63.37 കോടി രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന് സർക്കാർ പറഞ്ഞിട്ടും അതൊന്നും അംഗീകരിക്കാത്തതിന് പിന്നിൽ മില്ലുടമകൾക്ക് ദുരുദ്ദേശമുണ്ടെന്നാണ് കൃഷിമന്ത്രി പറയുന്നത്. നെല്ല് സംഭരണം അതിവേഗം നടത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.